ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. അതിനായിട്ട് ഞാൻ മാക്രൈം ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ത്രെഡ് 4mm ആണ്. ഇനിയും ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ മാക്രൈം ത്രെഡ് ഞാൻ 2 ലെയറായിട്ട് മടക്കിയിട്ട് ഈ ബോട്ടിലിൻ്റെ നീളത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കൊരു റിങ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ 4 ത്രെഡും ഇതുപോലെ 2ആയിട്ട് മടക്കിയ 4 ത്രെഡ് നമുക്കിതിൽ കെട്ടിക്കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് മടക്കി ഈ റിങ്ങിൽ കെട്ടിക്കൊടുക്കാം. ഇതുപോലെ 4 ത്രെഡും കെട്ടിക്കൊടുത്തു. ഇനി ഇത് നമുക്ക് കുപ്പിയുടെ മുകളിൽ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കാം. ഈ 2 ത്രെഡും കൂടെ ചേർത്ത് നമുക്ക് കെട്ടിയെടുക്കാം. ഇതുപോലെ കെട്ടിയെടുക്കാം. ഇനി അടുത്ത 2 ത്രെഡ് ഇതുപോലെ തന്നെ ഒരേ ലെവലിൽ കെട്ടിയെടുക്കാം. ഇതുപോലെ 4 ത്രെഡും കെട്ടിയെടുക്കാം. ഇത് 2ഉം കൂടെ കെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കെട്ടിയെടുത്തു. ഇനിയും അടുത്ത ലെയർ എന്ന് പറയുന്നത് ഈ ഒരു ത്രെഡും കൂടെ ചേർത്ത് കെട്ടിയെടുക്കണം. ഇത് നമുക്ക് ചാക്ക് ചരടിലും ഇതുപോലെ കെട്ടിയെടുക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനും അല്ലെങ്കിൽ നല്ല കല്ലുകൾ, നല്ല ജെൽ ബോൾസ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിതുപോലെ എല്ലാം ഫുള്ളായിട്ട് കെട്ടിയെടുത്തു. അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിൽ ഒരു ത്രെഡ് ഇട്ടിട്ട് ഹാങ് ചെയ്യാനായിട്ട്
കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.